ഹായ് ഫ്രണ്ട്സ്, എസ് മീഡിയയുടെ പുതിയ ലേറ്റസ്റ്റ് ഇൻഫോർമേറ്റീവ് എഡ്യൂക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കേരള സർവകലാശാല BEdന് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കോളേജ് ട്രാൻസ്ഫറിന് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് നിലവിൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് സെമസ്റ്റർ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ആണ് ഈ ഒരു അവസരം നൽകിയിട്ടുള്ളത്. 2024-25 അധ്യയന വർഷത്തിലെ മെറിറ്റ് ആൻഡ് മാനേജ്മെൻറ്റ് കോട്ട ഇൻ ഗവൺമെൻറ് എയ്ഡഡ് സെൽഫ് ഫിനാൻസിങ് കോളേജ് അഫിലിയേറ്റഡ് ടു യൂണിവേഴ്സിറ്റി ഓഫ് KUCTs for inter-college transfer second semester BEd degree course. And transfer will be effected only between the institution of identical category and fee structure and affiliated to the University of Kerala or KUCTs. The optional subject offered in both the college shall be the same. നിങ്ങൾ ഏത് കോളേജിൽ അപ്ലൈ ചെയ്താലും ആ ഒരു ഓപ്ഷണൽ സബ്ജക്റ്റ് എന്ന് പറയുന്നത് സെയിം തന്നെ ആയിരിക്കണം. അതിനായി നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫോം ലഭ്യമാവും. യൂണിവേഴ്സിറ്റി ഓഫീസിൽ നിന്ന്, യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫോം എടുക്കാം. ആ ഒരു ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾ ഫില്ല് ചെയ്യുക. ആ ഒരു ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുന്ന സമയത്ത് തന്നെ ആ ഒരു ആപ്ലിക്കേഷൻ ഫോമിൽ തന്നെ വേക്കൻ്റ് ആയിട്ടുള്ള സീറ്റുകൾ ഏതൊക്കെ കോളേജുകളാണ്, മെറിറ്റ്, മാനേജ്മെൻറ്റ് ഇതൊക്കെ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അതൊക്കെ നല്ല രീതിയിൽ വായിച്ചതിന് ശേഷം നിങ്ങൾ ആ ഒരു ഫോം ഫില്ലപ്പ് ചെയ്യുക. 1050 രൂപയാണ് നിങ്ങൾക്ക് പ്രോസസ്സിംഗ് ഫീ ആയിട്ടുള്ളത്. ത്രൂ യൂണിവേഴ്സിറ്റി ക്യാഷ് കൗണ്ടർ കേരള യൂണിവേഴ്സിറ്റി ഓൺലൈൻ പേയ്മെൻറ്റ് പോർട്ടൽ. നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി ക്യാഷ് കൗണ്ടർ മുഖേനയോ അല്ലെങ്കിൽ കേരള യൂണിവേഴ്സിറ്റിയുടെ ഓൺലൈൻ പേയ്മെൻറ്റ് പോർട്ടൽ മുഖേനയോ 1050 രൂപ ഫീ പേയ്മെൻറ്റ് നിങ്ങൾക്ക് നടത്താവുന്നതാണ്. അത് പ്രോസസ്സിംഗ് ഫീ ആണ്. ദെൻ ഡ്യൂലി ഫിൽഡ് ഇൻ ആപ്ലിക്കേഷൻ ഫോം along with ഒറിജിനൽ ഷെൽ ആൻഡ് അസിസ്റ്റഡ് copy of the mark list of the qualifying examination shall reach the office of the registrar, University of Kerala, തിരുവനന്തപുരം. 28/1/2025 ഓക്കെ, ജാനുവരി 28 തന്നെ, ജാനുവരി 28 5 മണിക്ക് മുമ്പായി തന്നെ ഈ പറഞ്ഞ ഫീസ് അടച്ച ഒറിജിനൽ ചെല്ലാൻ ആ ഒരു കോപ്പി നിങ്ങളുടെ ക്വാളിഫൈഡ് എക്സാമിനേഷൻ്റെ മാർക്കുമായിട്ട് ഈ പറഞ്ഞ അഡ്രസ്സിൽ നിങ്ങൾ അയച്ചിരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ ആ ഒരു ഓഫീസിൽ ചെന്നിരിക്കണം. അത് രജിസ്ട്രാർ, യൂണിവേഴ്സിറ്റി ഓഫ് കേരള, തിരുവനന്തപുരം 695034. Selected candidate will have to remit an amount of rupees 1,575. Then as a fee for combination of attendance in the same mode as and when intimated. ഓക്കെ, സെലക്ട് അതായത് അഡ്മിഷൻ കിട്ടുന്ന വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാനുള്ള യോഗ്യത ഉണ്ട്. ആ ഒരു ആപ്ലിക്കേഷൻ ചെന്നിട്ട് അതിൽ നിങ്ങൾ സെലക്ട് ആവുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1575 രൂപ കൂടി നിങ്ങൾ ഈ ഒരു അറ്റൻഡൻസിൻ്റെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി തന്നെ പേ ചെയ്യേണ്ടതായിട്ടുണ്ട്. ദെൻ ലേറ്റ് ആൻഡ് ഇൻകംപ്ലീറ്റ് ഡിഫക്റ്റീവ് ആപ്ലിക്കേഷൻ വിൽ ബി സമ്മർലി റിജക്റ്റഡ്. താമസിച്ചില്ല അല്ലെങ്കിൽ 28 ശേഷം ചെല്ലുന്നതായിട്ടോ അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റ് ആയിക്കോ ഡിഫക്റ്റീവ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഫോംസ് ആണെന്നുണ്ടെങ്കിൽ അത് റിജക്റ്റ് ചെയ്യുന്നതായിട്ടുള്ള കാര്യം കൂടി യൂണിവേഴ്സിറ്റി പറയുന്നുണ്ട്.